ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താലും എനിക്കൊരു ഫിനിഷിങ് കിട്ടാറേ ഇല്ല. അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിച്ച സംഭവമാണ് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്ത് തന്നെയാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇത് വെച്ചിട്ട് ഞാൻ വലിയ ഒന്നും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു കുഞ്ഞു വാൾഡക്കറാണ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ ചെറിയൊരു പോർഷൻ മതി. അപ്പം മുകളിൽ നിന്നും കുറച്ച് ഭാഗം വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നീറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവേഴ്സ് പെറ്റൽസ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. കാരണം ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ടും അതുപോലെ താഴെ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ടും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർ ആയതുകൊണ്ടും നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ നമുക്ക് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഏറ്റവും അടിയിൽ നിന്ന് ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും ആ ടോപ്പിൻ്റെ അവിടെ നിന്ന് ഇത്തിരി ഭാഗം വിട്ടിട്ടാണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ആ ടോപ്പ് വരെ കട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ എൻഡ് വരെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് താഴോട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അപ്പം നേരത്തെ കട്ട് ചെയ്തപ്പം ശരിക്കും അവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. നോക്കി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇപ്പം ഞാൻ ആ ടോപ്പ് വരെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ കട്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കോട്ടേക്ക് ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഫ്ലവർ പോലെ അവിടെ നിൽക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 എണ്ണം ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അത് മതി. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഗോൾഡൻ കളർ പെയിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ഫ്രണ്ടിലും ചെയ്യുന്നുണ്ട്, ബാക്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1-2 കോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ശരിക്കും നല്ലൊരു ലുക്ക് വരിക. അപ്പം അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു സ്ക്വയർ ഭാഗമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം താഴ്ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു സ്ക്വയർ പീസ് മാത്രമായിട്ട് ഇളക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫ്ലവറിൽ ചെറിയൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വേണ്ടായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഒരു ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് അത്രയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു സ്ക്വയർ പീസിൻ്റെ 2 സൈഡിലായിട്ട് ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് കാണുന്ന ആ ഒരു ഹോൾ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ മിറർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലേസ് പാക്കറ്റാണ്. ലേസ് പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു സിൽവർ കോട്ടിങ് വരുമല്ലോ. അപ്പോൾ അത് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ 2 കുഞ്ഞ് സിൽവറിൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടെ അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾഡക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും വാളിൽ സ്റ്റിക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. അപ്പോൾ ഈ ഒരു വാൾഡക്കർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.